സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കോട്ടയം, കോഴിക്കോട് ജില്ലകളിലായിട്ട് ഇന്ന് നടന്ന LDC പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. PSC പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ചു ഗവർണറായിരുന്ന വാൻഡ്രിഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാർക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ശരിയായത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ശരിയാണ്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി അറബികളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അമരാവതി സമ്മേളനത്തിലാണ്. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം തെറ്റാണ്. 2ഉം 3ഉം. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് VP മേനോൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് റൂസോ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? അഡ്വക്കേറ്റ് K രാജൻ. പ്രസ്താവന 1, സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2, മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം? ഓപ്ഷൻ എ ആണ് തീവ്ര ഉപജീവന കൃഷി. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി മാസ്കരിൻ ഹൈ. ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയെയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാഗം ഏത്? പശ്ചിമഘട്ടം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്കു പർവ്വതനിര താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര സംയോജക സീമയിൽ രൂപം കൊണ്ടത്. ഇവ ഒന്നുമല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല. സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? CS മീനാക്ഷി. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. WTO നിലവിൽ വന്ന വർഷം 1995. ലോക ബാങ്കിന്റെ മറ്റൊരു പേര്? IBRD. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങൾ? തന്നിരിക്കുന്നത് ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്.
2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 2 and 3. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്ന മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2. അടുത്ത ചോദ്യം, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവന ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷന് ശിക്ഷ വിധിക്കുവാനുള്ള അധികാരമില്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബവ്. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണിവ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവ. 24ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ 2 and 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത്, ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടി ഉറപ്പിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങൾ അല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൺലി 2 and 3. അടുത്ത ചോദ്യം, കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് തന്നിരിക്കുന്നു. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കൃഷി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൺലി 1 and 2. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നത് ആണ്. പ്രസ്താവനകളിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബവ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 73ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 74ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3 ആണ്. ഓൺലി 2 and 3. അടുത്തത്, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകുവാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരം ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 1 and 2.
കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഓൺലി 1 and 3 ആണ്. ഓൺലി 1 and 3. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കൂനോ ദേശീയോദ്യാനമാണ്. ഓപ്ഷൻ സി കൂനോ ദേശീയോദ്യാനം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. ഓപ്ഷൻ എ ശലഭം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, കാൽസിറ്റോണിൻ പാരാതോർമോൺ, തൈമോസിൻ തൈറോക്സിൻ, സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ജീവകം A, D, C, K എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. ജീവകം B3 അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം A സഹായിക്കുന്നു. ജീവകം K കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ജീവകം B3 അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര. മന്തുരോഗമുണ്ടാക്കുന്ന രോഗാണു ഏത്? മന്തുരോഗമുണ്ടാക്കുന്ന രോഗാണു ഫൈലേറിയൻ വിരയാണ്. ഫൈലേറിയൻ വിര. എൻസൈമുകളില്ലാത്ത ദഹനരസം പിത്തരസമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത്? ദൂരത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1, 2 മാത്രം. മീറ്റർ പ്രകാശവർഷം. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത്? പ്രകാശ പ്രകീർണനം. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 0.810. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം PSLV C-57. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? -273°C. S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം? കാർബൺ നാനോബട്ടുകൾ. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മൗങ്കി ജി ഭവൻഡി, ലൂയിസ് ബ്രസ്, അലക്സേക്കിയാവ്. ഉചിതമായത് ചേർത്തെഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃത്യം അന്യരനുഭവിച്ചിടുകെന്നേ വരും. ഓപ്ഷൻ മൂന്നാമത്തേതായിട്ടാണ് വരുന്നത് KR ടോണി. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. PP രാമചന്ദ്രൻ. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സിർപ്പമാർന്ന മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. ഉത്തരം വരുന്നത് അഞ്ചാമത്തേതാണ് അൻവർ അലി.
സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. ഉത്തരം രണ്ടാമത്തേതാണ് OP സുരേഷ്. അടുത്ത ചോദ്യം, ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അഭിനവ കേരള മുഖപത്രം തുടങ്ങി. ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉം ശരി. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ചെസ് കളിയുമായിട്ട് ബന്ധപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 4. കാളി ധാരിക യുദ്ധ പ്രമേയമായ പ്രാചീന കലാരൂപം. ഓപ്ഷൻ ബി മുടിയേറ്റ്. കാലക്രമമനുസരിച്ച് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമ താരക, കേരള മിത്രം. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളശ്രീ, കേരളപ്രഭ, കേരള ജ്യോതി, പത്മശ്രീ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി കേരള ശ്രീ. വൈക്കം വിജയലക്ഷ്മി, കേരള പ്രഭ ഓംചേരി NN പിള്ള. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. പത്മശ്രീ ചെറുവയൽ രാമൻ. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ ഡി മൈക്രോഫോൺ. PDF-ൻ്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ സി പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. IT Act 2000 പ്രകാരം അനുവദനീയം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം. ഓപ്ഷൻ എ സഫാരി. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ജെമിനി. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? വോയൂറിസം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? 1 കോടി രൂപ വരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയ ലഭിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ഓപ്ഷൻ ബി 5. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 72 ഓപ്ഷൻ എ ആണ് ഉത്തരം. 73 ഓപ്ഷൻ ഡി. 74ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 75 ഓപ്ഷൻ ബി. 76ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 77 ഉത്തരം ഓപ്ഷൻ ബി. 78ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ. 79
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദ ജിം എവറി ഈവനിങ്. ചൂസ് ദ കറക്റ്റ് punctuation for the following sentence. She opened the door and exclaimed, "What a surprise!" ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. She opened the door and exclaimed, "What a surprise!" exclamation mark. Select the sentence that uses the correct form of the verb to be in the past tense. Option D. We were all very tired after the long hike yesterday. Identify the sentence with the correct use of a modal verb. Option D. We should bring an umbrella in case of rain. Identify the correct transformation of the following sentence from direct to indirect speech. Option B. The teacher said that the exam would be held the next week. Which of the following words is a synonym for abundant? Option B. Plentiful. What is the best antonym for miserly? Option A ആണ് ഉത്തരം. Generous. Choose the word that means the opposite of harmonious. Option A. Discordant. Select the word that is most similar in the meaning to ephemeral, temporary. Find the one word for the expression. Craze for flowers. Florimania. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം എഴുതുക. 91. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഉദ്ഘാടനം. ഭാഗികം വിപരീത പദം. ഓപ്ഷൻ ബി സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം ഏതാണ്? പിപാസു. നീഹാരം പര്യായ പദം. ഓപ്ഷൻ എ ആണ് മഞ്ഞ്. താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ. ഓപ്ഷൻ ഡി നടപടിക്രമം. വാക് പ്ലസ് മയം ചേർത്തെഴുതുക. വാക് പ്ലസ് മയം. ഓപ്ഷൻ സി വാങ്മയം. അവൻ പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ഡി ആണ് ആചാര്യ. അപ്പം നമ്മൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നോക്കിയത്. അപ്പം എന്തെങ്കിലും ആൻസർ കീയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്